സ്നാനവും നിന്റെ കൈ കീഴിലല്ലയോ? എന്തിനു പിന്നെ വെള്ളത്തിൽ സ്നാനമെന്റെ കൈകളാലേക്കുന്നു? എന്തിനു പിന്നെ വെള്ളത്തിൽ സ്നാനമെന്റെ കൈകളാലേക്കുന്നു? ആരിടാവരും രക്ഷകനല്ലയോ? പരമോന്നത സ്നാനമേൽക്കുവാൻ യോർദാനത്തിങ്കൽ വരുന്നു. നമുക്ക് നമ്മുടെ മുമ്പിൽ സ്നാനത്തിനായി വന്നിരിക്കുന്ന ഈ പൈതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ രക്തത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഈ ജനസമൂഹത്തിന്റെ മധ്യത്തില് ഈ പൈതലിന് സ്നാനപ്പെടാൻ ദൈവം ഒരു അവസരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഈ പ്രിയ മകനെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഇവരെ ജനനം മുതൽ ഇതുവരെയും ഒരു വീണ്ടും ജനനം പ്രാപിക്കുന്ന നാൾ വരെയും കർത്താവ് പ്രിയ പൈതലിനെ സൂക്ഷിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ നാമത്തിൽ ഈ മകനെ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തുടർന്നുള്ള സ്നാന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ എന്റെ കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്ന ദൈവത്തെയും ദൈവത്തിന്റെ ദൂതന്മാരെയും വിശുദ്ധ സഭയെയും ഈ കൂടി നിൽക്കുന്ന പുരുഷാരത്തെയും ആമേൻ സാക്ഷി നിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ സകല മഹിമകളും വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ജനിച്ച് മരിച്ച് ആമേൻ ആമേൻ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരിൽ പലർക്കും പ്രത്യക്ഷനായി ശേഷം ആമേൻ 40 ദിവസം യേശു ഭൂമിയിലായിരുന്നു. പലയിടങ്ങളിലും പലർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം സ്വർഗത്തിലേക്ക് കയറി പോവുകയും ആമേൻ തന്നിൽ വിശ്വസിച്ചവർക്ക് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്യുകയും ആമേൻ പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ നൽകി ദൈവത്തിന്റെ സഭയെ ഒരുക്കുകയും ആമേൻ പിന്നെയും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പിന്നെയും മധ്യാകാശത്തിൽ കടന്നു വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? ആമേൻ. ഈ നിന്റെ വിശ്വാസം ഈ പൊതു സമൂഹത്തിന്റെ മധ്യത്തിൽ ഏറ്റുപറയാൻ തയ്യാറാകുന്നുവോ? ആമേൻ. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നത് യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ്. ആമേൻ. ഈ മകൻ പറഞ്ഞ ആമേൻ സാക്ഷ്യ വചനത്താലും ആമേൻ തന്റെ മേലുള്ള ആമേൻ ദൈവികമായ വിശ്വാസത്തിന്റെയും മേലില് അതിനെ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നത് യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാകയാൽ ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നാനപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ജീവപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ജീവകിരീടം നീ പ്രാപിക്കും. ശമനദുനാരഘതന അദ്ദുനാരിവൽഖമനഗ സന്ദരേ അക്ഷമനഗതന ഈ മകനെ അടിയൻ അനുഗ്രഹിക്കുന്നു. ആമേൻ. നിത്യത വരെ നിലനിൽക്കുന്ന ശക്തമേറിയ ഒരു ദൈവപ്രവർത്തിക്കായി ഈ പൈതലിനെ അടിയൻ അനുഗ്രഹിച്ച് ആമേൻ ജലാശയത്തിൽ നിന്ന് കയറ്റി വിടുമ്പോൾ അവിടുത്തെ വലിയ പ്രവൃത്തി കൂടെ ഇരിക്കണം, അത്ഭുതം സംഭവിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷത്തോടെ പ്രാർത്ഥന. ഒരു പൈതലിനെയാണ് നമ്മൾ ഇവിടെ സ്നാനപ്പെടുത്തിയത്. വളരെ ചെറിയ പ്രായത്തിലല്ല, കർത്താവ് അവന് 13 വയസ്സ് പൂർത്തിയാക്കാൻ അവസരം കൊടുത്തു. ആമേൻ. വളരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞു, ഞാൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൽ ആമേൻ വിശ്വസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ആമേൻ ഈ ഭൂമിയിലുള്ള വാസം കഴിഞ്ഞാൽ നമുക്ക് കർത്താവിന്റെ കൂടെ പോകാൻ പറ്റും.
അതിനുവേണ്ടി ദൈവത്തിന്റെ മക്കളായി തീരണം എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ആമേൻ. അങ്ങനെ ഒരു അനുഭവത്തിൽ ആർക്കെങ്കിലും മുമ്പോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ അവസരത്തിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാനുള്ള അവസരം തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആരുമില്ല എങ്കിൽ വരുന്ന ആളുകളിൽ നമുക്ക് കർത്താവിനെ കുറിച്ചുള്ള കൂടുതൽ അറിവ് പ്രാപിച്ചുകൊണ്ട് നിത്യതയ്ക്കായി ഒരുങ്ങാൻ രക്ഷകനായ യേശുവിനെ അംഗീകരിക്കാൻ സർവശക്തനായ ദൈവ അവസരങ്ങൾ ഒരുക്കട്ടെ. ഒരു